ഉദയംപേരൂർ IOC പ്ലാന്റിലേക്ക് പോവുകയാണ്. അവിടെ കരാർ കമ്പനി തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് 3 ജില്ലകളിൽ പാചക വിതരണത്തിൽ മെല്ലെപ്പോക്കാണ്. തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളെ സമരം ബാധിച്ചിട്ടുണ്ട്. വേതന വർധനവ് ആവശ്യപ്പെട്ട് കരാർ കമ്പനി തൊഴിലാളികളാണ് സമരം ചെയ്യുന്നത്. പാചകവാതക സിലിണ്ടറിന് 10 മുതൽ 15 ദിവസം വരെ കാത്തിരിക്കേണ്ട സ്ഥിതിയിലാണ് ആളുകൾ. അബാദ് മുജ്തബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജ്തബ, ഈ പ്ലാന്റിലെ സമരം അത് പാചക വിതരണത്തെ കാര്യമായി ബാധിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. എത്രത്തോളം രൂക്ഷമാണ് പ്രതിസന്ധി? ഈ സമരം ചെയ്യുന്ന തൊഴിലാളികളുമായി ചർച്ചയുണ്ടോ? നിലവിൽ പാചകവാതകത്തിന് ക്ഷാമമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു തൊഴിലാളികളുടെ ഒരു സമരം അവിടെയുണ്ട്. മെല്ലെപ്പോക്ക് സമീപനമാണ് തൊഴിലാളികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് കാരണം ഈ IOCയിലെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഒക്കെ ഒരു പുറത്തുള്ള 2 കരാർ കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ കരാർ കമ്പനികൾ കഴിഞ്ഞ 4 വർഷമായുള്ള കരാറിലാണ് ഇപ്പോഴും പോകുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻക്രിമെൻ്റ് നൽകാൻ ഈ 2 കരാർ കമ്പനികളും തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായും അവരൊരു സമരം പോലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മെല്ലെപ്പൊക്കെ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എറണാകുളം, അതോടൊപ്പം തന്നെ സമീപ ജില്ലകളായ ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം ഈ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഈ ലോഡ് ചെയ്യുന്ന പാചകവാതകത്തിന് കാര്യമായി തന്നെ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാര്യം ശരാശരി ഒരു 150 ഒക്കെയാണ് ഒരു ദിനം ഉണ്ടാവുന്നത്. 150 ആ രൂപത്തിലേക്കൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ അത് വളരെ കാര്യമായി തന്നെ 170-ൽ നിന്ന് 150-ൽ നിന്നൊക്കെ കുറഞ്ഞ് ഒരു 100-നോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അത്ര മതി എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ തൊഴിലാളികളുടെ നിലപാട്. പക്ഷെ കാര്യമായി പൂർണ്ണമായും ഈ പാചകവാതകം ബാധിക്കുന്ന തരത്തിലേക്ക്, അതിൻ്റെ ഒരു ക്ഷാമമുണ്ടാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികളുമായി ചർച്ച നടത്തേണ്ടത്, പ്രത്യേകിച്ച് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ മന്ത്രാലയമാണ് ഇതിൽ ഇടപെടേണ്ടത് എന്ന് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അവിടെ നിന്ന് വളരെ പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. എന്തെങ്കിലും അന്വേഷിക്കുമ്പോൾ ചർച്ച നടക്കുന്നു എന്നുള്ളൊരു വിഷയം മാത്രമാണ് ആ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. കരാർ കമ്പനി ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാനോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം അവസാനിപ്പിച്ച് വളരെ വേഗത്തിൽ തന്നെ, പ്രത്യേകിച്ച് ഈ ഉദയംപേരൂരുള്ള IOC പ്ലാന്റ് എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളെ, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളുണ്ട്. ഇടുക്കിയെ കാര്യമായി ബാധിച്ചിട്ടില്ല. എറണാകുളത്തും ഒരു പക്ഷേ 1-2 ദിവസങ്ങളിലൊക്കെ അത് എത്താറുണ്ട്. പക്ഷെ മറ്റു ജില്ലകളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് ക്ഷാമമില്ല, പക്ഷേ അതിൽ റീഫിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം ബുക്ക് ചെയ്താൽ നേരത്തെ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ പാചകവാതകത്തിന് ക്ഷാമമില്ല, പക്ഷെ വളരെ മെല്ലെപ്പോക്കാണ്. വളരെ പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ആ സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നതാണ് പറയുന്നത്. നമ്മുടെ